ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ആസ്പിനൽ ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ 2 ബാഗുകളാണ് കാണിക്കാൻ പോകുന്നത്. രണ്ടും അത്ര വലിയ ബാഗുകളല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മിനി സൈസ് ബാഗുകളാണ് രണ്ടും. ഇപ്പോൾ ഇത് പറഞ്ഞ ഒരു വൂവൻ ലെതറായിട്ടുള്ള ഒരു ഗ്ലേസിങ് പോലെയുള്ള ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഇതിന് ഈ ക്രൊക്കഡൈൽ അതിൻ്റെ പാറ്റേൺ ഓർ ലൈക്ക് പാറ്റൻറ്റഡ് ലെതർ അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് ഇതിനുള്ളത്. രണ്ടും സിമിലർ കളറാണ്. ഇതിന് ഷൈനിങ് ഉണ്ട്, ഇതിനുമുണ്ട് ഒരു ഷൈനിങ്, പക്ഷേ ഇത് ക്രോക്ക് പോലെയുള്ള ഫീച്ചറാണ്. പിന്നെ രണ്ടിനും ഗോൾഡൻ ഹാർഡ്വെയർ ആണുള്ളത്. എനിക്ക് തോന്നുന്നത് അത് ബ്രാസിലാണുള്ളതാണ് ഈ ഹാർഡ്വെയർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഈ ബാഗ് എടുക്കുകയാണെങ്കിൽ ഇത് അവരുടെ മെയ്ഫെയർ പറഞ്ഞിട്ടുള്ള അവരുടെ സിഗ്നേച്ചർ ബാഗാണിത്. ഇത് റോയൽസൊക്കെ യൂസ് ചെയ്തതായിട്ട് പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബാഗാണുള്ളത്. ഇതതിൻ്റെ ഏറ്റവും ചെറിയ വേർഷനാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബാഗാണ്. ഇത് എനിക്ക് തോന്നുന്നത് സ്മോൾ എന്നാണ് അതിൻ്റെ കാറ്റഗറി, പക്ഷേ അതിന് മീഡിയവും അതിൻ്റെ മുകളിലുള്ള ഒരു സൈസും കൂടി ഉണ്ട്. കറൻ്റ്ലി ഇത് രണ്ടും ഓൺലൈൻ അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ സ്റ്റോറിൽ അങ്ങനെ ഉണ്ടായിരിക്കും, പക്ഷേ ഓൺലൈൻ വേറെ ഡിഫറെൻറ്റ് ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കേസിലാണെങ്കിൽ ഒരു വെള്ള കളറിലുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറിലുണ്ട്. ഈ 3 കളറും നല്ല പ്രെറ്റി കളറാണ് ഈ സൈസിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പം നമ്മൾ തുറക്കുകയാണെങ്കിൽ ഇതിന് ഒരു അവരുടെ സിഗ്നേച്ചറായിട്ടുള്ള ഒരു ഷീൽഡ് ക്ലോഷറാണ് ഇതിനുള്ളത്. പിന്നെ തുറക്കുമ്പോൾ കാണാം അതിൻ്റെ സ്ട്രാപ്പ് ഉണ്ട്. ഈ സ്ട്രാപ്പ് ഈ സെയിം ആസ് ഈ സ്ട്രാപ്പാണ്. ജസ്റ്റ് ഒരു ചെറുതായിട്ടുള്ള ഒരു കളർ ചേഞ്ച് ഉണ്ട്. ഇതിൻ്റെ സെയിം കളർ തന്നെയാണ് ഇതിൻ്റെ കളറാണ് ഈ ഒരു സ്ട്രാപ്പിൽ. ഇതിൽ ഒരു ഗോൾഡനും ആ സെയിം ലെതറും മിക്സ് ചെയ്തിട്ടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണാം. ഈസിലി നിങ്ങൾക്കത് അറ്റാച്ച് ചെയ്യാൻ പറ്റും 2 സൈഡിലും. അപ്പോൾ ഒരു ടോപ്പ് ഹാൻഡിൽ ഓർ ക്രോസ് ബോഡി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു സ്ലിപ്പ് പോക്കറ്റ് ബാക്കിലുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും എടുക്കാനോ വെക്കാനുള്ള ഫോണോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. ഫോൺ ഒരു പക്ഷേ ടൈറ്റ് ആയിരിക്കും, പക്ഷേ കാർഡ് ഹോൾഡറായിട്ട് ഒരു നല്ലൊരു പോക്കറ്റാണുള്ളത്. ഇത് തുറക്കുകയാണെങ്കിൽ ഇതിന്ന് നമുക്ക് ഷേപ്പ് നിർത്താനുള്ള ഇത് എടുത്ത് മാറ്റുമ്പോൾ കാണാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് ലൈനിങ് ആണുള്ളത്. വൈറ്റിലൊരു ചെറുതായ ഒരു ഷൈനിങ് ഉണ്ട്, ഒരു ഭംഗിയുള്ള ലൈനിങ് ആണ്. ഇവിടെ സെയിം ലെതറുള്ള ഈ എക്സ്റ്റീരിയറിലുള്ള സെയിം ലെതറാണ് ഇവിടെ ഈ ഫ്ലാപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മറ്റേ 2 എണ്ണം അവിടെ അവൈലബിൾ ആയിട്ട് ഓൺലൈനിലുള്ളതാണെങ്കിൽ അതിനൊരു കോൺട്രാസ്റ്റ് കളറാണ് അതിൻ്റെ ഉള്ളിലുള്ളതിന്. അതായത് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ വൈറ്റിന് പകരം ഗ്രീനിൻ്റെ ഉള്ളിൽ ഒരു പിങ്കും വൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂ ലൈനിങ് ആണുള്ളത്. രണ്ടും കാണാൻ നല്ല പ്രെറ്റിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ ഹാർഡ്വെയർ നല്ല രസമുള്ള ഹാർഡ്വെയർ ആണ് ഇതിനുള്ളത്. ഈവൻ ദ സ്ട്രാപ്പ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതാണ് ഈ ബാഗ്. ഇതിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് സൈസ് കാണുമ്പോൾ കുറച്ച് ചെറുതാണെങ്കിലും ഇതിൽ ഫിറ്റ് ആവുന്നതൊക്കെ തന്നെ ഇതിലും ഫിറ്റ് ആവും. ഇതിന് ഫ്ലാപ്പുള്ള കാരണം കുറച്ച് സ്പേസ് അങ്ങനെ പോകുന്നു. ഇതതിൻ്റെ സിഗ്നേച്ചറായിട്ടുള്ള അവരുടെ ബാഗാണ്. അതിൻ്റെ സ്റ്റൈലാണ് മെയിൻലി അവർ നോക്കുന്നത്. ഇത് ക്യാൻ ടേക്ക് ഇറ്റ് എസ് ഫങ്ഷൻ ഓർ എൻ ഈവനിങ് ബാഗ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സിപ്പ് വെച്ചിട്ടുള്ള ഓപ്പണിംഗ് ആണ്. അതിൽ അവരുടെ ലോഗോ ഇവിടെയുണ്ട്, പിന്നെ ഒരു കാർഡ് വെക്കാനുള്ള ഒരു ഹോൾഡർ ഉണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഇത് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതുള്ളത്. പക്ഷേ ലെതറല്ല, ഒരു ക്ലോത്ത് മെറ്റീരിയലാണ്, ബട്ട് സെയിം കളറാണ് ഇതിനുള്ളത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ വൂവൺ ലെതർ ടെക്സ്ചർ. ആൻഡ് ഓൾസോ ദിസ് വൺ I don't think we can adjust the strap. The strap is attached with this. We can't take it out, but it doesn't have any top handle, so it's easy. If you don't want, one thing you can ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്
വേണമെങ്കിൽ ഇത് ഉള്ളിലാക്കിയിട്ട് ഒരു ക്ലച്ച് പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ ബാഗുകൾ ഇപ്പോൾ ഞാനിപ്പോൾ മലയാളത്തിലാണ് ഈ പറയണതെങ്കിലും ഞാൻ ഇനി വേറെ വ്യൂവേഴ്സിന് ലാംഗ്വേജ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലും ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാം. അപ്പോൾ ഫോർ നൗ ദീസ് ആർ ദ 2 bags that I have from Aspinall of London and they have a very pretty collection too. And ഇതിൽ നോക്കുകയാണെങ്കിൽ അവരുടെ തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറും കൂടി കാണാം. അപ്പോൾ അതിൽ പലപ്പോഴും പല സെയിലായിട്ട്, ഇപ്പോൾ ഇതൊക്കെ ഞാൻ ആ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഒരുവിധം നല്ല പ്രൈസിന് കിട്ടും. കാരണം ഇത് ഓൾറെഡി എക്സ്പെൻസീവ് ആയിട്ടുള്ള പീസുകളായ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലത് നമ്മുടെ താല്പര്യാനുസരിച്ചുള്ള വാങ്ങാൻ പറ്റും. ശരിയാണ്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. ബൈ.